പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെ എളുപ്പത്തിൽ പിക്സൽ ലാബിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ബർത്ത്ഡേ പോസ്റ്ററുകൾ എങ്ങനെ നിർമ്മിക്കാമെന്ന് നോക്കാം. നമ്മൾ ആദ്യം പിക്സൽ ലാബ് ഓപ്പൺ ചെയ്യുക. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണം. നമ്മളിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ഗ്രേഡിയൻ്റ് ആണ്. അപ്പോൾ നമുക്കിവിടെ കളർ ബാക്ക്ഗ്രൗണ്ട് എടുക്കാം, അവിടെ ഗ്രേഡിയൻ്റ് എടുക്കാം. എന്നിട്ട് നമുക്ക് ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണാം, ഇവിടെ നമ്മൾ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവെക്കുക. എന്നിട്ട് ഈ ഗ്രീനിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കളറുമ്പോൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ റെഡ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. റെഡ് തന്നെ കുറച്ച് ലൈറ്റാണ് അടിഭാഗത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന് കുറച്ച് ലൈറ്റ് ആക്കിയിട്ട് കൊടുക്കുക. ഓക്കെ, നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ കളർ സെലക്ട് ചെയ്തിട്ട് കുറച്ച് ഡാർക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഡാർക്ക് സെലക്ട് ചെയ്യുക. ചെറുതായിട്ടൊരു ഗ്രേഡിയൻ്റ് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഓക്കെ അടിക്കാം. ഇനി നമുക്ക് കുറച്ചും കൂടി കളർ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ കുറച്ച് ഗ്രേഡിയൻ്റ് പോലത്തെ സംഭവങ്ങൾ ചെയ്യാണ്ട്, അതായിട്ട് നമ്മൾ സ്റ്റിക്കറിൻ്റെ ഭാഗത്ത് വരിക. ഇവിടെ സ്റ്റിക്കേഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ സ്റ്റിക്കർ സെലക്ട് ചെയ്യുമ്പം ഇതാ ഇവിടെ ഒരു ഇത് വന്നിട്ടുണ്ട്, ചെറിയൊരു ബ്ലർ പോലത്തെ ഒരു സ്റ്റിക്കർ. നമ്മൾ സ്ക്രീനിൽ തന്നെ ടച്ച് ചെയ്യുക. അപ്പോൾ അത് അവിടെ ഉണ്ടാവും ആ സ്റ്റിക്കർ. നമ്മൾ വില വെച്ച് കൊണ്ടുവന്നിട്ട് ചെയ്ത് കൂട്ടുക. ഈ ചെയ്ത് നന്നായിട്ട് അത്യാവശ്യം വലുതാക്കിയതിന് ശേഷം എന്താ ഈ കോർണറിൽ കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് ഇതിന് കളർ കൊടുക്കുക. കളറിൽ പോയിട്ട് നമ്മൾ യെല്ലോ കളറാണ് കൊടുക്കുന്നത്. അപ്പം ഇതിൽ തന്നെയുള്ള യെല്ലോ കളർ നമ്മൾ കൊടുത്തു. കുറച്ചുകൂടി ചെയ്ത് കൂട്ടുന്നുണ്ട്. നിങ്ങളിതുപോലെ തന്നെ വീഡിയോ കാണുന്നത് പോലെ തന്നെ ചെയ്ത് നോക്കുക. നമ്മളിതിൻ്റെ ഒരു കോപ്പിയും കൂടെ എടുത്തു, അതും ഇവിടെ കൊടുത്തു. ഓക്കെ, അത്യാവശ്യം ഒരു ഗ്രേഡിയൻ്റ് മോഡലായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഈ രണ്ട് സ്റ്റിക്കേഴ്സും ലോക്ക് ചെയ്ത് വെക്കുക. നമ്മുടെ ഒരു പണി കഴിഞ്ഞു. നമുക്ക് ഇവിടെ അവരുടെ ബർത്ത്ഡേ ആണോ അയാളെ നമുക്ക് ഇവിടെ കൊണ്ടുവരണം. അപ്പോൾ അയാളുടെ ഇമേജ് നമുക്ക് ഗാലറിയിൽ നിന്ന് കൊണ്ടുവരാം. ഫ്രം ഗാലറി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആളെ സെലക്ട് ചെയ്ത് വെക്കുക. ഇയാളെ ബർത്ത്ഡേ പോസ്റ്ററാണ് നമ്മൾ നിർമ്മിക്കുന്നത്. അപ്പം ഇതിൻ്റെ ചെയ്ത് ആവശ്യത്തിന് ചെയ്ത് കൂട്ടി കൊടുക്കുക. ഓക്കെ, നമ്മൾ ആളെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കളർ ഫിൽറ്റേഴ്സിൽ പോയിട്ട് സാച്ചുറേഷൻ -100 കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇയാളെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ലോക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വീഡിയോ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക. നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് കാര്യങ്ങളോട് ചെയ്ത് വെക്കാണ്ട്. അതിനായിട്ട് ടെക്സ്റ്റ് സെലക്ട് ചെയ്തതിനു ശേഷം അവിടെ ഹാപ്പി ബർത്ത്ഡേ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഹാപ്പി ബർത്ത്ഡേ എന്ന് കോപ്പി എടുക്കുക. കോപ്പി എടുത്തതിന് ശേഷം താഴെ അതുപോലെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 5 നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ചെയ്ത് ഫില്ലാവുന്ന രൂപത്തിൽ നമ്മൾ ചെയ്യണം. അതിനായിട്ട് ആദ്യം നമുക്ക് ഈ ഫോണ്ട് ഇതിനൊരു ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന ഫോണ്ട് ബീബാസ് എന്ന് പറഞ്ഞ ഫോണ്ടാണ്. നമുക്ക് ബീബാസ് എന്ന ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ ഈ ഫോണ്ടാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ അടിച്ചു കൊടുക്കുക. നമ്മൾ ഈ ലൈനുകൾ തമ്മിലുള്ള സ്പേസ് ഒന്ന് കുറച്ച് കൊടുക്കണം. -55 നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇത് ചെയ്ത് കൂട്ടുക. അത് കറക്റ്റായിട്ട് വരും. നമുക്കത് ഫില്ലായി നിൽക്കണം. അതിനായിട്ട് നമ്മൾ സൈസ് 210 കൊടുക്കാം. ഓക്കെ, 210 കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പൊസിഷന് നമുക്ക് താഴോട്ട് കൊണ്ടുവരണം. അപ്പം നമ്മളതിനെ താഴോട്ട് അഡ്ജസ്റ്റ് ആക്കി വെക്കാം. ഓക്കെ, നമുക്കിതിനെ ഈ ചിത്രത്തിൻ്റെ ബാക്കിലോട്ട് കൊടുക്കാം. ബാക്ക് എന്നുള്ളത് സെലക്ട് ചെയ്തതിനു ശേഷം ബാക്ക് നോക്കാം. പക്ഷേ നമുക്ക് ഈ യെല്ലോ കളറിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് വരേണ്ടത്. അപ്പം ഇതിനെ പിടിച്ചിട്ട് മേലേക്ക് നോക്കുക. ഓക്കെ, അപ്പം അത്യാവശ്യം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടെക്സ്റ്റിനൊരു ഗ്രേഡിയൻ്റ് ഫീൽ നമുക്ക് ലഭിക്കണം. ഒപ്പാസിറ്റി ഇങ്ങനെ കുറഞ്ഞു വരുന്ന രീതിയിലുള്ള കാണിക്കാം. അപ്പോൾ അതുപോലെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഫോണ്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് കളറിൽ പോയിട്ട് ആദ്യം നമുക്ക് താഴത്തെ ഫോണ്ട് സെലക്ട് ചെയ്യാം. അതിൻ്റെ ഒപ്പാസിറ്റി നമുക്ക് ഇത്ര കൊടുക്കാം. നമ്മൾ അടുത്ത ഫോണ്ട് സെലക്ട് ചെയ്യുക. അടുത്ത ടെക്സ്റ്റ് ഈ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളത് താഴത്തുനിന്ന് 4ാമത്തെ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ കുറച്ച് കൂട്ടി കൊടുക്കുക. നമ്മൾ അതിനുശേഷം അടുത്തത് സെലക്ട് ചെയ്യുക. എന്നിട്ട് അവിടെ പോയിട്ട് ഇത് കുറച്ച് കൂട്ടി കൊടുക്കുക. അതിനുശേഷം നമ്മൾ അടുത്തത് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ കുറച്ച് കൂട്ടി കൊടുക്കുക. അതിനുശേഷം ലാസ്റ്റ് ടെക്സ്റ്റും സെലക്ട് ചെയ്യുക. അതിലേക്ക് നമ്മൾ കുറച്ച് കൂട്ടി കൊടുക്കും. അപ്പോൾ ഫോണ്ടൊക്കെ തമ്മിലൊരു ഇങ്ങനെ ഒപ്പാസിറ്റി കുറഞ്ഞു വരുമ്പോൾ തന്നെ ഒരു ഭംഗിയുണ്ട്. പിന്നെ നമുക്കിനി ഇതിൻ്റെ ഒപ്പാസിറ്റി മൊത്തത്തിൽ ഒന്ന് കുറച്ച് കുറക്കാം. അത് 50 ആക്കിയിട്ട്
ഒപ്പാസിറ്റി 50 ആക്കിയിട്ടുണ്ട്. ഇപ്പം ഏകദേശം ബാക്ക്ഗ്രൗണ്ട് സെറ്റായി. നമുക്ക് ഇതിലേക്ക് ഹാപ്പി ബർത്ത്ഡേ എന്ന് ടൈപ്പ് ചെയ്യണം. അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പേരും കൊടുക്കണം. അപ്പം നമുക്ക് ഹാപ്പി ബർത്ത്ഡേ എന്ന് ടെക്സ്റ്റ് ചെയ്യാം. അപ്പം ഇവിടെ ആദ്യം നമ്മൾ ബർത്ത്ഡേ എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ഓക്കെ, അത്യാവശ്യം വലിപ്പത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഫോണ്ട് നേരത്തെ സെലക്ട് ചെയ്ത അതേ ഫോണ്ട് തന്നെയാണ് കൊടുക്കുന്നത്, ബീബസ്. നമ്മൾ ആ ഫോണ്ട് സെലക്ട് ചെയ്തിട്ട് ഓക്കെ അടിക്കുക. ഇത് കളറാണ് കൊടുക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് ടെക്സ്റ്റ് നമ്മൾ ലോക്ക് ചെയ്യുക. ഈ ടെക്സ്റ്റ് നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. നമുക്ക് ഹാപ്പി എന്ന് ടൈപ്പ് ചെയ്ത് വെക്കാം. ഹാപ്പി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനും ആവശ്യമായിട്ടുള്ള ഫോണ്ട് സെലക്ട് ചെയ്യണം ആദ്യം, എന്നിട്ടാണ് നമ്മൾ സൈസ് റെഡി ആക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഫോണ്ട് സെലക്ട് ചെയ്യാം. ഇപ്പം ദ സിഗ്നേറ്റ് ഫ്രീ എന്നുള്ള ഫോണ്ടാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ സ്ക്രിപ്റ്റ് ഫോണ്ട് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഹാപ്പി എന്നുള്ളതിൽ അങ്ങനെ സ്മോൾ ലെറ്ററിൽ എഴുതാം. ഫസ്റ്റ് അക്ഷരം മാത്രം ക്യാപിറ്റൽ മതി. സൈസ് നമ്മൾ ഒരു 90 കൊടുക്കാം. നമ്മൾ 90 കൊടുത്തിട്ടുണ്ട്. കളർ വൈറ്റ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ ബർത്ത്ഡേൻ്റെ സെൻട്രലായിട്ട് ഇതിനെ വെക്കുക. നമ്മളിപ്പം ബർത്ത്ഡേൻ്റെ മേലെ വരുന്ന ടെക്സ്റ്റ് നമുക്ക് ഹാപ്പിൻ്റെ ഫുൾ കാണാൻ കഴിയുന്നില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് പോയിട്ട് ഷാഡോ എന്നുള്ളതിട്ടില്ല, അത് സെലക്ട് ചെയ്യാം. അതിൻ്റെ ബ്ലർ റേഡിയസ് 0 ആക്കി കൊടുക്കുക. ഒപ്പാസിറ്റി 100 തന്നെ. ഓഫ്സെറ്റിൽ 2 കൊടുക്കുക. എക്സും വൈയും 2 കൊടുക്കുക. ഓക്കെ, ഹാപ്പിന് കാണാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം സെൻട്രലായിട്ട് തന്നെ ഈ ബർത്ത്ഡേൻ്റെ സെൻട്രലായിട്ട് തന്നെ വെക്കുക. ഇനി ഇദ്ദേഹത്തിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക, പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ പേര് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ സൈസ് നമ്മൾ 50 കൊടുക്കുന്നത്. സെൻട്രലായിട്ട് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് ബർത്ത്ഡേൻ്റെ. നമുക്ക് ആ ജുനൈദിൻ്റെ ടെക്സ്റ്റിന് കുറച്ച് ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയൊരു എഫക്റ്റ് കൊടുക്കണം. അതിനായിട്ട് നമ്മൾ ഷേപ്പ് സെലക്ട് ചെയ്യുക. ബർത്ത്ഡേൻ്റെ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് പോസ്റ്ററിൽ ഫില്ലാകുന്ന രൂപത്തിൽ വെക്കുക. ആ സൈഡ് കറ്റം എന്ന രൂപത്തിൽ നമ്മൾ ഈ ഷേപ്പിന് വെക്കുക. നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഗ്രേഡിയൻറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഈ ഇത് ക്ലിക്ക് ചെയ്യുക. ഗ്രേഡിയൻറ്റിൻ്റെ ഈ എഫക്റ്റ് എടുത്തിട്ട് ഇവിടെ ഉള്ളത് കളർ നമ്മളിങ്ങനെ കളർ സെലക്ട് ചെയ്തതിന് ശേഷം ഒപ്പാസിറ്റി 0 ആക്കി കൊടുക്കുക. ഇവിടെ ഈ കളർ നമുക്ക് റെഡ് തന്നെ എടുക്കാം. ലൈറ്റ് റെഡ് ആയിക്കോട്ടെ. ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ജുനൈദിൻ്റെ ബാക്കൊക്കെ നമ്മൾ ഇതാക്കി കൊടുക്കും. നല്ല ലെയർ നന്നായിട്ട് കാണുള്ളൂ. അപ്പം അതും ചെയ്തു. അപ്പം ഓക്കെ, അത്യാവശ്യം പൂർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയൊക്കെ കുറച്ച് ഭാഗം ഒഴിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ താഴെ അവിടെ കോട്ട് കൊടുക്കുക. അപ്പം അതിനായിട്ട് നമ്മൾ കോട്ട് സെലക്ട് ചെയ്തതിന് ശേഷം ടെക്സ്റ്റിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യമുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓക്കെ അടിക്കുക. അത് നമ്മൾ ഇതിൻ്റെ ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കും. ഇവിടെ മോൺട്രസ്റ്റ് തന്നെ മോൺസ്റ്ററായിട്ട് എന്ന ഫോണ്ടാണ് എടുക്കുന്നത്. നമ്മൾ ഫോണ്ട് സെലക്ട് ചെയ്തു. ഇനി ഓക്കെ ക്ലിക്ക് ചെയ്യുക. സൈസ് ഇത്ര വേണ്ട. $25 കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അലൈൻ ചെയ്യണം. അലൈൻമെൻറ്റ് കറക്റ്റ് ആക്കി കൊടുക്കുക. സെൻട്രായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മേൽഭാഗം കുറച്ച് പ്ലെയിനായിട്ട് നിൽക്കുന്നത് പോലെ തോന്നും. ഇവിടെ ഒഴിഞ്ഞ് നിൽക്കുന്നത് പോലെ തോന്നും. നമ്മൾ ഈ ബർത്ത്ഡേ എന്നുള്ള ഇതൊന്ന് കോപ്പി ചെയ്യാണ്. എന്നിട്ട് നമ്മൾ ഇത് മേലോട്ട് കൊണ്ട് വെച്ചിട്ട്
മേലെ ഇങ്ങനെ വെക്കുന്നുണ്ട്. ഇതാണ് നമ്മളവിടെ ലോക്ക് ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പം ഏകദേശം നമ്മുടെ പോസ്റ്റർ പൂർത്തിയായിട്ടുണ്ട്. അപ്പം വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഇതുപോലത്തെ പോസ്റ്ററുകൾ പിക്സലാബിൽ നിർമ്മിക്കാൻ സാധിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പുതുതായിട്ട് പുറത്തിറക്കിയിട്ടുള്ള PLP ബണ്ടിൽ, അതുപോലെ തന്നെ റിസൾട്ടിൻ്റെ PLP ബണ്ടിൽ ഇതാവശ്യമുള്ളവർ ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പർ ഉപയോഗിച്ച് കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. അവിടെയും പോയിട്ട് വേണമെങ്കിൽ അതുമായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ എന്ത് വീഡിയോ ചെയ്യണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റിനനുസരിച്ച് നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. എല്ലാവരുടെ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.